നമസ്കാരം. ചിങ്ങമാസം പിറന്നിരിക്കുകയാണ്. അതായത് പുതിയൊരു വർഷം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചിങ്ങമാസം മുതൽ തന്നെ ഒരു വർഷക്കാലം ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാർക്ക് സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ജീവിതത്തിൽ സിദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരായ വ്യക്തികൾക്ക് ചിങ്ങം 1 മുതൽ തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സർവ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇവിടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്നറിയാം. ഏവരും ഒരു നിമിഷം ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇവർ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്, ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. അതേക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ അറിയാം. ഭരണി നക്ഷത്രക്കാർക്ക് ശിവാനുഗ്രഹം ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ഒരു സമയം. ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലും കഷ്ടതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. അത് സാമ്പത്തികം തന്നെയാകണം എന്നില്ല. മറ്റ് ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ്. ആ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പ്രധാനമായും ആഗ്രഹ സാഫല്യം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ ഒരു സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ശിവാനുഗ്രഹം ഇവരിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ ഇവർ തീർച്ചയായും ഭഗവാനെ നിത്യവും ആരാധിക്കുകയും മുടക്കം കൂടാതെ ആരാധിക്കുകയും സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് വിശേഷപ്പെട്ടതായ ദിവസമോ അല്ലെങ്കിൽ മാസാധ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ ഭഗവാന് കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. അതോടൊപ്പം പിൻവിളക്കും ധാരയും അത് ജലധാര തന്നെ നടത്തി ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ചുരിഞ്ഞിരിക്കുന്നതായ അനുഗ്രഹം അത് ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രധാനമായും ശിവാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഈ സമയം ദുർബോധനകൾക്ക് വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്നതായ പ്രവൃത്തികൾ കൃത്യതയോടെ തന്നെ ചെയ്യണം. ആലസ്യം പൂർണ്ണമായും നിങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പുണർദം നക്ഷത്രക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്ന ദിവസം തന്നെയാണ് ചിങ്ങമാസം 1. ഇന്നു മുതൽ തന്നെ വരുന്ന ഒരു വർഷക്കാലം ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹങ്ങൾ കൂടുതൽ അനുഭവിച്ചറിയുവാൻ ഈ നാളുകാർക്ക് സാധിക്കും. ജീവിതത്തിൽ പല കാര്യങ്ങളും, ജീവിതത്തിൽ പല അവസരങ്ങളിലും അർഹതയുണ്ടായിട്ടും നഷ്ടമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ചതി, വഞ്ചന ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചു പോരുന്ന ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾക്കും കാരണമായി തീരും എന്നുള്ളതാണ്. പല വഴികളിലൂടെയും ധനം ഇവരുടെ കൈവശം വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വിധത്തിലും ധനം അത് ചിട്ടി, വായ്പ അല്ലെങ്കിൽ നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈവശം വന്നു ചേരാം. കർമ്മഫലം അനുകൂലമായതിനാൽ തന്നെ, അതായത് അനുകൂലമായ ഫലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും കർമ്മപുഷ്ടി ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പലപ്പോഴും ജീവിതത്തിൽ അനുകൂലമാകും എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമായി ഭവിച്ചിരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ആ ഉയർച്ച ലഭിക്കാത്തതിനാൽ വളരെയധികം വിഷമങ്ങൾ നേരിടുന്ന ഇവർക്ക് വലിയ മാറ്റം തന്നെയാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാനായി പോകുന്നത്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഫലങ്ങൾ തന്നെയാണ് സാന്നിധ്യം. ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതിനാൽ തന്നെ ഈ സമയം പല പ്രവൃത്തികളും ശരിയായ രീതിയിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. തെറ്റുകളിൽ നിന്നും വഴിമാറി നടക്കുവാനും
ദുർബോധനകൾക്ക് വശംവദരാകാതിരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭഗവാനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ ചെയ്യുക. സാധിക്കുന്നവരാണ് എങ്കിൽ ധാര വഴിപാടും കൂവളമാലയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശിവകടാക്ഷം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ആയില്യം, ചിങ്ങം 1 മുതൽ തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷം ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹം ഇരട്ടിച്ചിരിക്കുന്നതായ ഒരു നക്ഷത്രം തന്നെയാണ് ആയില്യം നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ പലപ്പോഴും പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം ഇവർ വച്ച് പുലർത്തുന്നവരാണ്. അത്തരം ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ ജീവിതത്തിൽ മടുത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ആ കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. കഷ്ടതകൾ അനുഭവിച്ച് പോരുന്ന ഇവർക്ക് ഒരു പരിഹാരം എന്നോണം തന്നെയാണ് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. അത് ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം, അല്ലെങ്കിൽ തൊഴിൽപരമായ ഉയർച്ച, കർമ്മപുഷ്ടി ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ന്യായമായ പല ആവശ്യങ്ങളും നടന്നു കിട്ടുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതിനാൽ പല വിധത്തിലുള്ള മാനസികപരമായ വിഷമതകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും വീട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചില ചതികളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഭഗവാന്റെ സാന്നിധ്യം ഇവർക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം നിങ്ങളുടെ പെരുമാറ്റ രീതി തന്നെ മാറുന്നതാണ്, അഥവാ പല വിധത്തിലും മാറ്റങ്ങൾ കടന്നു വരും. പല തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കും. ഒപ്പം നിന്ന് ചതിച്ച ചില വ്യക്തികളോട് അത്തരം വ്യക്തികളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ പല വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ദിവസം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം. ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിക്കണം. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ നടത്തുക. ഈ സമയം പ്രത്യേകിച്ചും സാധിക്കുമെങ്കിൽ ഭഗവാന് ധാരയും കൂവളമാലയും അതോടൊപ്പം പാർവതി ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുക. ശിവാനുഗ്രഹം നാൾക്ക് നാൾ ഇരട്ടിക്കുന്നതാണ്. നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ മാസാധ്യമോ അല്ലെങ്കിൽ ഭഗവാന് വിശേഷപ്പെട്ടതായ ദിവസമാണ് എങ്കിലും ഈ വഴിപാട് നിങ്ങൾക്ക് നടത്താം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു സമയം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞിരിക്കുന്നതായ സാഹചര്യം. ഈ സമയം പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. ഭാഗ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സമയം. ധന നേട്ടങ്ങൾക്കുള്ള അവസരം. കർമ്മപുഷ്ടി വന്നു ചേരാം. സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ, തൊഴിൽ മാറുവാനുള്ള സാധ്യതകൾ, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പലപ്പോഴും പുറമെ നിന്ന് കാണുന്നവർ നിങ്ങളെക്കുറിച്ച് പലപ്പോഴും ശരിയായ രീതിയിൽ മനസ്സിലാക്കണം എന്നില്ല. പലരും നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ ഒരു സമയമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. എങ്കിലും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. പലവിധ വിഷമതകളും, ആരെ വിശ്വസിക്കണം എന്നറിയാത്തതായ അവസ്ഥയും, വേണ്ടപ്പെട്ടവരിൽ നിന്നും അവഗണന അല്ലെങ്കിൽ ചതി സംഭവിച്ചതിനാൽ അനുഭവിക്കുന്നതായ വിഷമതകൾ, അതിൽ നിന്നും മോചനം നേടുവാൻ പോലും സാധിക്കാത്തതായ സാഹചര്യം പോലുമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്നു എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ ഉയർച്ച അല്ലെങ്കിൽ നേട്ടങ്ങൾ വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്. അതിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുടെയും യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാവുന്ന പല കാര്യങ്ങളുമാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരുക. ഈ സമയം പ്രധാനമായും നിങ്ങൾ സാക്ഷാൽ പരമശിവനെ ആരാധിക്കുകയും
ശിവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ ഒരിക്കലും ദുർബോധനകൾക്ക് വശംവദരാകാതെ ഭഗവാനെ നിത്യവും ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി തന്നെ മുന്നോട്ട് പോകണം. ഭഗവാന് വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിലോ മാസാധ്യമോ നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാട് നടത്തുക. സാധിക്കുമെങ്കിൽ ഭഗവാന് കൂവളമാലയും ജലധാരയും പാർവതി ദേവിക്ക് പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശിവാനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. തൃക്കേട്ട നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതായ ദിവസമാണ് മുൻപിലുള്ളത്. അതായത് ഇന്ന് മുതൽ ശിവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കാം. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ ഈ സമയം തൊഴിൽപരമായ അല്ലെങ്കിൽ കർമ്മപുഷ്ടി വന്നു ചേരാം. അനുഭവിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങളും ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. അപ്രതീക്ഷിതമായി സംഭവിച്ചിട്ടുള്ളതായ ചില നഷ്ടങ്ങളോ ചില വിഷമതകളോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയാവുന്നതാണ്. പലപ്പോഴും പലരെയും വിശ്വസിച്ച് മുന്നോട്ട് പോവുക, അവരെ വിശ്വസിച്ച് പ്രവർത്തിക്കുക, എന്നാൽ അവർ മൂലം തന്നെ ചതി സംഭവിക്കുക അല്ലെങ്കിൽ നേട്ടമില്ലാത്തതായ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രതീക്ഷയോടെ ചെയ്തിട്ടും അത് ഫലപ്രദമാകാത്തതായ അവസ്ഥ, ധനപരമായ ചില പ്രയാസങ്ങൾ ഉള്ളതിനാൽ തന്നെ ചില കാര്യങ്ങൾ നീട്ടിവച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ മാറ്റിവച്ചിരിക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അതിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഈ സമയം കൊണ്ട് സാധിച്ചു എന്ന് വരാം. നിങ്ങൾ തീർച്ചയായും സാക്ഷാൽ പരമശിവനെ ആരാധിക്കുകയും ആലസ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഒഴിവാക്കി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകേണ്ടത് അനിവാര്യമാണ്. അതായത് തീർച്ചയായും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുക. ശിവാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഇരട്ടി ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് കൂവളമാലയും ധാരയും നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടാതെ പാർവതി ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവാനുഗ്രഹത്താൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ശിവാനുഗ്രഹത്താൽ എന്തെല്ലാം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. പ്രധാനമായും കൈകളിലേക്ക് ധനം വന്നു ചേരാം. അതായത് ധനപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ജീവിതത്തിൽ നിന്നും അകലും. ന്യായമായ പല ആവശ്യങ്ങളും നടന്ന് കിട്ടി എന്ന് വരാം, നടത്തിയെടുക്കുവാൻ സാധിക്കും. ധനവിനിയോഗത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ തൊഴിൽ ലഭിക്കാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം, വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. അഭിമുഖങ്ങളിൽ വിജയങ്ങൾ നേടുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കഴിവുകൾ ശരിയായ രീതിയിൽ തെളിയിക്കുവാൻ സാധിക്കുന്നതുമാണ്. വിദേശവാസത്തിന് പോലും അവസരങ്ങൾ വന്നു ചേരാം. കർമ്മപുഷ്ടി ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ധനപരമായ പ്രയാസങ്ങൾ അകറ്റുവാൻ സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ലോൺ, ചിട്ടി അല്ലെങ്കിൽ മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളുമാകാം. അനുഭവിക്കുന്നതായ പ്രയാസങ്ങളിൽ ഒരു ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. അത് ചില പിണക്കങ്ങളാകാം, തർക്കങ്ങളാകാം. കൂടാതെ ഈ സമയം ഏവരെയും ഒന്നിപ്പിച്ച് നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് കുടുംബപരമായ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കാവുന്നതുമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കാവുന്നതുമാണ്. ഇത്തരത്തിൽ പല വിധത്തിലും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങൾ വന്നു ചേരും. ആലസ്യം ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിയുന്നതായ സമയമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ
സാക്ഷാൽ പരമശിവനിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം. പരമശിവന് സാധിക്കുന്നതായ വഴിപാടുകൾ, പ്രത്യേകിച്ചും ധാരയും കൂടാതെ കൂവളമാലയും നടത്തി പ്രാർത്ഥിക്കുന്നതും പാർവതി ദേവിക്ക് പിൻവിളക്ക് നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ വഴിപാടുകൾ നടത്തി നിങ്ങൾ മുന്നോട്ട് പോകുക. തീർച്ചയായും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ദുർബോധനകൾക്ക് നിങ്ങൾ വശംവദരാകരുത്. നിത്യവും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ദുഷ്ചിന്തകൾ പോലും മനസ്സിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാണ്. അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ആ ചിന്തകൾ മനസ്സിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും.